ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലുള്ളതാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു. ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തേക്കാളും ശക്തമായ അചഞ്ചലമായ പിന്തുണ ഇന്ത്യ തനിക്കും ഇസ്രായേലിനും നൽകുമെന്ന് നെതന്യാഹു പറഞ്ഞു. വ്യാഴാഴ്ച വെസ്റ്റ് ബാങ്കിൽ നടന്ന ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ ആഗോളതലത്തിൽ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ വ്യാപ്തിയിൽ ഇന്ത്യയുടെ പ്രത്യേക സ്ഥാനം നെതന്യാഹു അടിവരയിട്ടു. ഇന്ത്യയിലെ പൊതുജനങ്ങൾ ഇസ്രായേലിനോട് കാണിക്കുന്ന സ്നേഹം അചഞ്ചലമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ലോകമെമ്പാടും ഞങ്ങൾക്കെതിരെയും ഞങ്ങളുടെ നിയമസാധുതയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളുമാണ് നടക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യക്ക് ഇസ്രായേലിനോട് അതിശക്തമായ സ്നേഹമുണ്ട്. ശരിക്കും ഭ്രാന്തമായ സ്നേഹമാണത്. ലോകത്തിലെ മറ്റെവിടേക്കാളും കൂടുതൽ അനുനായികൾ ഇന്ത്യയിലുണ്ടെന്ന് ഞാൻ കരുതുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഗാസ യുദ്ധത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നെതന്യാഹു ഒരു പ്രധാന പ്രസ്താവന നടത്തി. ഗാസ മുനമ്പിന്റെ 60% ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണെന്നും അടുത്ത ലക്ഷ്യം ഇത് 70% ഉയർത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹമാസിനെതിരായ സൈനിക നടപടി ഘട്ടം ഘട്ടമായി തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്കിടെ പരിപാടിയിൽ പങ്കെടുത്തവർ ഗാസ മുഴുവൻ പിടിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കി. ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപ്രധാനമായ ഇസ്രായേൽ സന്ദർശനത്തിന് ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന വരുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായി ഈ സന്ദർശനം കണക്കാക്കപ്പെട്ടു. ജെറുസലേമിൽ നടന്ന കൂടിക്കാഴ്ചയിൽ സമാധാനം, നവീകരണം, സമൃദ്ധി എന്നിവയ്ക്കായുള്ള പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഇന്ത്യ ഇസ്രായേൽ ബന്ധങ്ങളെ ഉയർത്തുന്നതായി ഇരു നേതാക്കളും പ്രഖ്യാപിച്ചു. പ്രതിരോധം, വ്യാപാരം, സൈബർ സുരക്ഷ, കൃഷി, ഊർജ്ജം, കൃത്രിമ ബുദ്ധി, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചു. സെമി കണ്ടക്ടർ, ഫിൻടെക്, ബയോടെക്നോളജി, ഡിജിറ്റൽ ഹെൽത്ത് എന്നീ മേഖലകളിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടന്നു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി മോദി ഗാസ സമാധാന പദ്ധതിയെ പിന്തുണയ്ക്കുകയും പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും ആവശ്യകതയെ ഊന്നിപ്പറയുകയും ചെയ്തു. ഇന്ത്യ ഇസ്രായേൽ ബന്ധങ്ങളുടെ ശക്തിയിൽ ഇരു നേതാക്കളും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധവും ഒരു പ്രധാന ഘടകമായി കണക്കാക്കപ്പെട്ടു. ഇന്ത്യയും ഇസ്രായേലും 1992 പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. എന്നാൽ 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ ഇസ്രായേൽ സന്ദർശനം ഇരു രാജ്യങ്ങളുടെയും ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായി മാറി. ഇസ്രായേൽ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അദ്ദേഹം മാറി. മുൻകാല നടപടികൾ ഉപേക്ഷിച്ച് ഇസ്രായേലുമായി തുറന്ന സമീപനം സ്വീകരിക്കാൻ ന്യൂഡൽഹി തയ്യാറാവണമെന്ന വ്യക്തമായ സന്ദേശം ആ സന്ദർശനം ലോകത്തിന് നൽകി. ഇന്ന് ഏഷ്യയിലെ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിലൊന്നാണ് ഇന്ത്യ. പ്രതിരോധത്തിലും സാങ്കേതികവിദ്യയിലും മാത്രമല്ല, ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് തുടങ്ങിയ പ്രധാന ആഗോള പ്ലാറ്റ്ഫോമുകളിലും ഇരു രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുന്നു. നെതന്യാഹുവും പ്രധാനമന്ത്രി മോദിയും തമ്മിലുള്ള രാഷ്ട്രീയ രസതന്ത്രം ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പങ്കാളിത്തങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇറാൻ ഇസ്രായേൽ യുദ്ധം ഇന്ത്യക്കെതിരെയുള്ള പുതിയ ആയുധമാക്കി മാറ്റാൻ പാകിസ്ഥാൻ ശ്രമിച്ചേക്കുമെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നു. ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ബന്ധം കൂടുതൽ ശക്തമാക്കിയ ഇന്ത്യക്കെതിരെ ഇറാനെ പാകിസ്ഥാൻ ആയുധമാക്കി മാറ്റും. ഒരു ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിലും ഇറാന് നിലവിൽ പാകിസ്ഥാനുമായി ശക്തമായ ബന്ധമില്ല. പക്ഷേ ഈ അവസരം പാകിസ്ഥാൻ ഒരു ബന്ധമാക്കി വളർത്തിയേക്കാം. കാരണം ചൈന ഇറാനൊപ്പം നിൽക്കുമെന്നാണ് വിലയിരുത്തൽ. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ദീർഘകാലം തുടർന്നാൽ പാകിസ്ഥാനും ഇറാനുമായുള്ള അതിന്റെ നീണ്ട അതിർത്തി യുഎസിനെ ഒരു പ്രധാന ഭൗമരാഷ്ട്രീയ ആസ്തിയായി മാറിയേക്കാമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇത് പാകിസ്ഥാനുള്ള യുഎസിന്റെ സൈനിക സാമ്പത്തിക സഹായം വർദ്ധിപ്പിച്ചേക്കും. ഇതിന്റെ ഭാഗമായി മേഖലയിൽ യുഎസ് സൈനിക താവളങ്ങൾ സ്ഥാപിച്ചേക്കാം. ഇത് ഇന്ത്യ എതിർക്കുമെന്ന കാര്യം ഉറപ്പാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഗാസ സമാധാന പദ്ധതിക്ക് ഇന്ത്യ എല്ലാ പിന്തുണയും നൽകുമെന്നും ഉറപ്പു നൽകിയിരുന്നു. നരേന്ദ്രമോദി തനിക്ക് സഹോദര തുല്യനാണെന്ന് നെതന്യാഹു പ്രതികരിച്ചു. മോദിയുടെ ആലിംഗനം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു. നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രോട്ടോകോൾ മാറ്റിവെച്ച് എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.